So let's move to our next exercise 4.4. Okay. അപ്പോൾ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. Find the nature of the roots of the following quadratic equation. അതായത് നമുക്ക് കുറച്ച് quadratic equation തന്നിരിക്കും. അതിന്റെ റൂട്ടിന്റെ നേച്ചർ എങ്ങനെയാണ് എന്ന് നമ്മൾ പറയണം. നമ്മൾ ഇൻട്രോഡക്ടറി പാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് നേച്ചർ ഓഫ് റൂട്ട്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ പറഞ്ഞു തരാം. അതേപോലെ ക്വസ്റ്റ്യന്റെ ബാക്കി. If the real roots exist, അപ്പോൾ റിയൽ ആയിട്ടുള്ള റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ we have to find them. നമുക്ക് അതിനെ കണ്ടുപിടിക്കുക വേണം. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിരുന്നാൽ അതിന്റെ റൂട്ടിന്റെ നേച്ചർ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം എങ്ങനെയാണ്? ax² + bx + c = 0 ആണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ പഠിച്ചിരുന്നു. ഡിസ്ക്രിമിനന്റിനെ നമ്മൾ ക്യാപിറ്റൽ D വെച്ചിട്ടാണ് പറഞ്ഞത്. അതെന്ന് പറയുന്നത് എന്താണ്? b² - 4ac. അതായത് b² എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ എടുക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ x എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ആണ് b. ഓക്കെ. a എന്ന് പറയുന്നത് ആരാണ്? x² ന്റെ കോഎഫിഷ്യന്റ് ആണ്. c എന്ന് പറയുന്നത് ദ കോൺസ്റ്റന്റ് ടേം ഓഫ് ദാറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ. അപ്പോ ഈ d എന്ന് പറയുന്ന ഡിസ്ക്രിമിനന്റ് ഈസ് ഈക്വൽ ടു b² - 4ac. ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ആ തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് എങ്ങനെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. 3 കേസസ് ഉണ്ട്. ഇത് ശ്രദ്ധിക്കുക. ഇപ്പോ ഇഫ് d ദാറ്റ് ഈസ് ഡിസ്ക്രിമിനന്റ് is equal to b² - 4ac greater than 0. ഇതിന്റെ ഒരു വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ 0യേക്കാളും വലിയ വാല്യൂ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 റിയൽ റൂട്ട്സ് ഉണ്ട്. ഡിസ്റ്റിങ്ക്റ്റ് മീൻസ് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള, ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള റിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കും, രണ്ടെണ്ണം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഇപ്പൊ d അതായത് ഡിസ്ക്രിമിനന്റ് വാല്യൂ b² - 4ac is equal to 0. That means നമുക്ക് റൂട്ടിന്റെ അകത്ത് വരുന്നത് 0 എന്ന് പറയുന്ന വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈക്വൽ റിയൽ റൂട്ട്സ്, അതായത് ഡിസ്റ്റിങ്ക്റ്റ് അല്ല, ഈക്വൽ ആയിട്ടുള്ള റിയൽ റൂട്ട്സ്. 2 റൂട്ട്സ് ആയിരിക്കും, പക്ഷെ അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ സെയിം ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇഫ് d is equal to b² - 4ac less than 0, ഡിസ്ക്രിമിനന്റ് വാല്യൂ 0യേക്കാൾ ചെറുതാണ് വരുന്നതെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന് നോ റിയൽ റൂട്ട്സ് എക്സിസ്റ്റ്. അതായത് റിയൽ ആയിട്ടുള്ള റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ റൂട്ട്സ് ഉണ്ട്, അത് റിയൽ അല്ല, എന്തായിരിക്കും? ഇമാജിനറി ആയിരിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2x² - 3x + 5 = 0. അപ്പൊ ഈ തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടിന്റെ നേച്ചർ എങ്ങനെയാണ് എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിൽ ഓരോന്നും a ആരാണ്, b ആരാണ്, c ആരാണ് എന്ന് എടുത്തെഴുതാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, അല്ലാതെ ചെയ്യാണ്. ഞാൻ എടുക്കുകയാണ് d, അതായത് ഡിസ്ക്രിമിനന്റ് ഈസ് ഈക്വൽ ടു b² - 4ac. ഓക്കെ. ഇങ്ങനെ കൊടുക്കുക. ഈസ് ഈക്വൽ ടു b² ആരാണ്? -3. -3യുടെ സ്ക്വയർ ആരാണ്? സോറി, b ആരാണ്? -3. -3യുടെ സ്ക്വയർ ആരാണ്? 9. ഓക്കെ. മൈനസ്. ഓക്കെ. ഇനി 4 ഇത് നമുക്കൊരു ബ്രാക്കറ്റിലാക്കി കൊടുക്കാം. a എന്ന് പറയുന്ന ആരാണ്? 2. ഓക്കെ. 2 ഇൻറ്റു c എന്ന് പറഞ്ഞ ആരാണ്? 5. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു 9 മൈനസ്, ശ്രദ്ധിക്കാം, 4 × 2 is equal to 8. 8 × 5 is equal to എത്രയാണ്? 40. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഉത്തരം കിട്ടുന്നത് എങ്ങനെയാണ്? ഇവിടെ -40 അതേപോലെ +9 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് രണ്ടോടെ ചെയ്യുമ്പോഴത്തേക്കും -31 എന്നാണ് പറഞ്ഞു കിട്ടുന്നത്. ദാറ്റ് മീൻസ് b² - 4ac വാല്യൂ എത്രയാണ്? ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0. ഓക്കെ. ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നോ റിയൽ റൂട്ട്സ്, അതായത് റിയൽ ആയിട്ടുള്ള റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് the roots of the given quadratic equation are imaginary. ഇമാജിനറി എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും there is no real roots exist. ഓക്കെ എന്ന് എഴുതിയാലും മതിയാകും. ഓക്കെ. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. 3x² - 4√3x + 4 is equal to 0. ഓക്കെ. അപ്പോ നമ്മുടെ a യുടെ വാല്യൂ 3, b യുടെ വാല്യൂ -4√3, c യുടെ വാല്യൂ 4 എന്നാണ്. അപ്പൊ ഞാൻ ഡിസ്ക്രിമിനന്റ് d is equal to b² -4ac. ഓക്കെ. അപ്പൊ ഈസ് ഈക്വൽ ടു b യുടെ സ്ക്വയർ എന്ന് പറയുന്നത് -4√3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4ന്റെ സ്ക്വയർ 16, √3യുടെ സ്ക്വയർ 3 തന്നെയാണ്. അപ്പൊ 16 × 3 is equal to എത്ര കിട്ടും? 48. ഓക്കെ. മൈനസ് നെക്സ്റ്റ് 4 × and a യുടെ വാല്യൂ എത്രയാണ്? 3. 3 × 4. ഓക്കെ.
അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ എങ്ങനെ എടുത്താൽ 16 into 3 is equal to 48 ആണല്ലോ. ഇവിടെ നോക്കിയാൽ 4 into 4 is equal to 16. 16 into 3 which is equal to 48. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 48 minus 48 is equal to 0. That means നമ്മൾ എടുത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡിസ്ക്രിമിനന്റ് വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? 0 ആണ് കിട്ടിയത്. അപ്പൊ 0 ആണെങ്കിൽ എന്ത് കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? The given quadratic equation have equal real roots. Okay, അപ്പൊ റിയൽ ആയിട്ടുള്ള റൂട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? We have to find them. Okay, ക്വസ്റ്റ്യൻ അനുസരിച്ച്. അപ്പൊ നമ്മൾ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല. ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണ്? x is equal to minus b plus or minus root of b square minus 4ac divided by 2a. Okay, minus b എന്ന് പറഞ്ഞാൽ ആരാണ്? minus of minus 4 root 3 എന്ന് പറഞ്ഞാൽ 4 root 3. Okay, next plus or minus root of b square minus 4ac. b square minus 4ac നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആരാണ്? 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ plus or minus root 0 എന്ന് ഇട്ട് കൊടുത്താൽ മതിയാകും. Okay, the all divided by 2a എന്നാണ്. 2 into 3 is equal to 6. അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 4 root 3 divided by 6. കാരണം ഇതിന്റെ കൂടെ നമ്മൾ 0 ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ആ ഒരു വാല്യൂവിന് എന്ത് സംഭവിക്കുന്നില്ല? ചേഞ്ച് സംഭവിക്കുന്നില്ല. സോ ഞാൻ 4 root 3 divided by 6 എന്ന് എഴുതി. ദാറ്റ് മീൻസ് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 root 3 divided by 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നില്ല, അതേപോലെ എഴുതുകയാണ്. ഓക്കെ, അപ്പോ എനിക്ക് തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? 2 root 3 divided by 3, അതേപോലെ 2 root 3 divided by 3. അതായത് ഈക്വൽ ആയിട്ടുള്ള റിയൽ റൂട്ട്സ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ആർ മൂവിംഗ് ടു ദി തേർഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 2x square minus 6x plus 3 is equal to 0. അപ്പൊ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ഡിസ്ക്രിമിനന്റ് ക്യാപിറ്റൽ D which is equal to b square minus 4ac. ഓക്കെ, അപ്പൊ b എന്ന് പറയുന്നത് -6 ആണ്, അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്? 36 മൈനസ് 4 into a എന്ന് പറയുന്നത് ആരാണ്? 2 into 3. ഓക്കെ, നെക്സ്റ്റ് is equal to 36 minus 4 into 2 is equal to 8 and 8 into 3 is equal to 24. Okay, above 36 minus 24 which is equal to 12. Okay, that value is greater than 0. Okay, അപ്പോൾ 0 യേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. അതായത് ആ റൂട്ടിന്റെ നേച്ചർ എങ്ങനെയാണ് വരുന്നത്? The given quadratic equation has distinct real roots. ഓക്കെ, അപ്പൊ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റിയൽ റൂട്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം റിയൽ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിനെ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വി ആർ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല. ബൈ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല x is equal to, ഞാൻ ആ ഇക്വേഷനെ ഒന്നും എഴുതുന്നില്ല, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, അപ്പൊ മൈനസ് ബി എന്നാണ് വന്നിരിക്കുന്നത്. മൈനസ് ഓഫ് -6 is equal to +6 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. സോറി, ബി സ്ക്വയർ മൈനസ് 4ac ഓൾറെഡി കണ്ടുപിടിച്ചു, 12 ആണ്. അപ്പൊ റൂട്ട് ഓഫ് 12 ഡിവൈഡഡ് ബൈ 2a. 2 into 2 is equal to എത്രയാണ്? 4. ഇനി നമുക്ക് ഇതിനെ is equal to 6 പ്ലസ് ഓർ മൈനസ് ഈ റൂട്ട് ഓഫ് 12നെ എനിക്ക് ഏതൊക്കെ രീതിയിലേക്ക് മാറ്റി എഴുതാം? എനിക്ക് 4 into 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ റൂട്ട്, രണ്ടിന്റെ റൂട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും 4ന്റെ റൂട്ട് 2 ആയിട്ട് മാറും. റൂട്ട് 3 അത് അതേപോലെ എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 2 root 3 divided by 4 എന്ന് എഴുതാൻ കഴിയും. അപ്പൊ ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കുക, ഈ 6 അതേപോലെ 2 and 4 both are the all are divisible by 2. ഓക്കെ, അപ്പൊ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 the all divided by 2 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സിന്റെ വാല്യൂ എന്തൊക്കെ എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു ഒന്നെങ്കിൽ 3 പ്ലസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2 ഓർ അല്ലാന്നുണ്ടെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 3 മൈനസ് റൂട്ട് 3 the whole divided by 2. അതായത് നമുക്ക് കിട്ടിയ എങ്ങനെയാണ്? രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റിയൽ റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, so let's move to the second set of questions of our exercise 4.4. okay, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, find the values of k. നമുക്ക് k യുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. k എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, for each of the following quadratic equation so that they have to equal roots. okay, അതായത് ഈക്വൽ ആയിട്ടുള്ള റൂട്ട്സ് ഉള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഇതെങ്കിൽ
ഈ കെ എന്ന് പറയുന്ന കോഎഫിഷ്യന്റിനെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചിരുന്നു എന്താണ്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഈക്വൽ ആയിട്ടുള്ള റിയൽ റൂട്ട്സ് ഉണ്ടാകണമെങ്കിൽ അതിന്റെ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ഡി ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കണം, 0 ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചതാണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിയും. ഓക്കെ, ഇവിടുത്തെ റീസൺ ഒക്കെ എഴുതണം. എന്താണ്, സിൻസ് ദ ഗിവൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാവ് ടു ഈക്വൽ റൂട്ട്സ്, d is equal to 0, discriminant is equal to 0. b square minus 4ac is equal to 0 എന്ന് പറയാൻ പറ്റും. That means b യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്, b എന്ന് പറഞ്ഞാൽ k ആണ്, k യുടെ സ്ക്വയർ, ഓക്കെ, k സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ ആരാണ്, 2 ആണ്, ഇൻറ്റു c എന്ന് പറഞ്ഞാൽ 3, ഓക്കെ, ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് k സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 8, 8 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 24, ഓക്കെ, is equal to 0. That means k square is equal to plus 24. Okay, that means k is equal to root of 24. Okay, അപ്പോൾ 24ന്റെ റൂട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ 24നെ എനിക്ക് ഏത് രീതിയിൽ എഴുതാൻ പറ്റും, 4 into 6 എന്ന് എഴുതാൻ കഴിയും ആണല്ലോ. അപ്പോൾ എനിക്ക് k is equal to root of 4 into 6 which is equal to, ഈ 4ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്, 2 ആണ്. 6ന്റെ റൂട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ റൂട്ട് 6 അതേപോലെ തന്നെ കൊടുക്കാം. അപ്പം എനിക്ക് k is equal to 2 root 6, അവിടെ നിങ്ങൾ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടെ എടുത്ത് കൊടുക്കണം. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമുക്ക് കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്, ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് എന്താണ്, ഈക്വൽ ആയിട്ടുള്ള റിയൽ റൂട്ട്സ് ആണ് ഉള്ളത്. ദാറ്റ് മീൻസ് ഈക്വൽ ആയിട്ടുള്ള റിയൽ റൂട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അതിന്റെ ഡിസ്ക്രിമിനന്റ് 0 ആണ്. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ളത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിൽ അല്ല കിടക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്, kx into x square is equal to kx square and minus 2 into kx is equal to 2kx plus 6 is equal to 0. ഇപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രൂപത്തിലായി, കാരണം x square, x and 6. ഓക്കെ, ആൻഡ് നമുക്ക് എന്തെന്ന് എഴുതാം, d is equal to 0. ഓക്കെ, അപ്പൊ b സ്ക്വയർ മൈനസ് 4ac is equal to 0 എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മുടെ b ആരാണ്, മൈനസ് 2k. ഓക്കെ, അപ്പൊ മൈനസ് 2k ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a ആരാണ്, k ആണ്, ഇൻറ്റു c ആരാണ്, 6 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കാം, മൈനസ് 2ന്റെ സ്ക്വയർ ആരാണ്, 4 ആണ്, k യുടെ സ്ക്വയർ k സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു എത്രയാണ്, 24. അപ്പൊ 24k ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിയും. ആൻഡ് ഇതിൽ നിന്നും ഞാൻ രണ്ടിൽ നിന്നും 4k ഇങ്ങനെ കോമൺ എടുത്താൽ എനിക്ക് 4 കോമൺ എടുത്ത് പിന്നെ 1 മാത്രമേ ഉള്ളൂ. k സ്ക്വയറിൽ നിന്ന് k പോകുമ്പോൾ ഒരു k മാത്രമേ ഉള്ളൂ. ഓക്കെ, മൈനസ് സൈൻ അതേപോലെ കൊടുക്കുക. 24ൽ നിന്നും നമ്മൾ k എടുക്കുമ്പോൾ 6 ഉള്ളൂ ആൻഡ് k ഓൾറെഡി പുറത്തു വന്നു, ഈസ് ഈക്വൽ ടു 0. അപ്പം രണ്ട് ആൾജിബ്രിക് എക്സ്പ്രഷന്റെ മൾട്ടിപ്ലിക്കേഷൻ 0 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രണ്ടും 0 ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും 0 ആയിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടും 0 ആണെന്നുള്ള കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ 4k ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുത്താൽ എനിക്ക് കെയുടെ വാല്യൂ എത്ര തന്നെയാണ് കിട്ടുന്നത്, 0 തന്നെയാണ് കിട്ടുന്നത്. ആൻഡ് നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ k മൈനസ് 6 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുത്താൽ k ഈസ് ഈക്വൽ ടു പ്ലസ് 6 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ ഈ 0 എന്ന് പറയുന്ന കെയുടെ വാല്യൂ 0 ആവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കാരണം ഒന്ന് ആലോചിച്ചോട്ടെ, ഈ കെയുടെ വാല്യൂ 0 ഞാൻ ഇവിടെ അപ്ലൈ ചെയ്താൽ നോക്കേ, 0x ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് പറയുമ്പോൾ ഈ ഒരു ടേം ഇത്രയും 0 ആയിട്ട് പോകും. അപ്പൊ പിന്നെ ഇവിടെ ഒരു പ്ലസ് 6 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും, പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. അതൊരിക്കലും എന്താണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ അല്ല. 6 എന്ന് പറയുന്നത് 0ക്ക് ഈക്വൽ ആണ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ അല്ല. സോ നമുക്ക് കെയുടെ വാല്യൂ 0 കൊടുക്കാൻ കഴിയില്ല. നമുക്ക് കെയുടെ വാല്യൂ ആരെയാണ് എടുക്കാൻ പറ്റുന്നത്, 6 എന്ന് പറയുന്ന വാല്യൂ ആണ് എടുക്കാൻ കഴിയുന്നത്. വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 6x ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേ. 6x into x minus 2 plus 6 is equal to 0 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെ കിട്ടും, 6x സ്ക്വയർ മൈനസ് 12x പ്ലസ് 6 is equal to 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ഇവിടുത്തെ കേക്ക് വരെ 0 ആണ് കൺവേർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടില്ല.
എന്ത് മാത്രമേ കിട്ടത്തുള്ളൂ? 6 is equal to 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ എടുക്കുന്ന വാല്യൂ ഏതാണ്? k is equal to 6 എന്ന് പറയുന്ന വാല്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ. So students, we are moving to the third question of our exercise 4.4 word problem ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? Is it possible to design a rectangular mango groove whose length is twice its breadth? അതായത് നമുക്ക് ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിന്റെ ട്വൈസ് ആയ രീതിയിൽ നമുക്കൊരു റെക്ടാങ്കുലർ ഗ്രൂവ്, അതായത് മാംഗോ ഗ്രൂവ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 800 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മാംഗോ ഗ്രൂവിന് നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തിനും അൺനോൺ ക്വാണ്ടിറ്റീസ് ആണ്. അതിന് പകരം വേരിയബിൾസിനെ ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ തന്നിട്ടുള്ള റിലേഷൻ അനുസരിച്ച് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബ്രെഡ്ത്തിന്റെ ട്വൈസ് ആണ് ലെങ്ത്. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ ആദ്യം എന്തെടുക്കുക? ലെങ്ത് എന്ന് പറയുന്നത് L എന്ന് പറഞ്ഞിട്ട് എടുത്താൽ ബ്രെഡ്ത്ത് നിങ്ങൾക്ക് L/2 എന്ന് പറഞ്ഞിട്ട് എടുക്കാം. അപ്പൊ ഞാൻ ഒരു ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ്ത്തിനെയാണ് L എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ബ്രെഡ്ത്തിനെ L എന്ന് പറഞ്ഞെടുത്താൽ എനിക്ക് ലെങ്ത്തിനെ എന്തെന്ന് പറഞ്ഞെടുക്കാം? 2L ആക്കി എടുക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ലെങ്ത്തും എല്ലും അതേപോലെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2L, ദാറ്റ് ഈസ് ട്വൈസ് ഓഫ് ദി ബ്രെഡ്ത്ത് എന്നുള്ള രീതിയിൽ എടുത്തു. നമുക്ക് ഏരിയ തന്നിരിക്കുന്നത് 800 മീറ്റർ സ്ക്വയർ ആണ്. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഒരു റെക്ടാങ്കുലർ ആണ്. റെക്ടാങ്കിൾ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഫീൽഡിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അപ്പൊ ഞാൻ ഇവിടെ എഴുതിയ രീതി തിരിച്ചാണ്. 2L ഇൻറ്റു L എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്ന ലെങ്ത് 2L-ഉം ബ്രെഡ്ത്ത് ആണ് L എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഇതിൽ നിന്നും ഇവിടെ നോക്കുമ്പോൾ 800-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 400 ആണ് കിട്ടുന്നത്. L സ്ക്വയർ ഈസ് ഈക്വൽ ടു 400 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എല്ലിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? +or-20 ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് ഇറ്റ് പോസിബിൾ? അങ്ങനെ ഒരു കണ്ടീഷൻ പോസിബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ച ക്വസ്റ്റ്യന് നമ്മൾ ഏത് രീതിയിൽ വേണം ആൻസർ ചെയ്യാൻ? നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേര് എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതായത് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ആ ഒരു സിറ്റുവേഷനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിന് റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നോ, റിയൽ റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ റിയൽ റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ്? തന്നിട്ടുള്ള ആ ഒരു റെക്ടാങ്കുലർ ഫീൽഡ് പോസിബിൾ ആണ്. തന്നിട്ടുള്ള ഏരിയയിൽ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിന്റെ ട്വൈസ് ആയിട്ടുള്ള റെക്ടാങ്കുലർ ഫീൽഡ് പോസിബിൾ ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. +or-20 എന്നാണ് കിട്ടുന്നത്. എല്ലിന് കറക്റ്റ് ആയിട്ടൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ മുതലാണ് നമ്മൾ മാറാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? L സ്ക്വയർ -400 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എനിക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ള ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലാണ്. കാരണം എന്താണ്? ഇതിന്റെ അകത്തുള്ള വേരിയബിൾ എന്ന് പറഞ്ഞാൽ L ആണ്. ഓക്കെ, എല്ലിന്റെ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പം എനിക്ക് ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേരിയബിൾ L. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന് റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റൂട്ടിന്റെ നേച്ചർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്ക്രിമിനന്റ്. ഓക്കെ, അപ്പൊ ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈസ് ഈക്വൽ ടു B സ്ക്വയർ -4AC ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് B ഉണ്ടോ? കാരണം L എന്ന് പറയുന്ന വേരിയബിൾ ഇല്ല, അതിന് കോഎഫിഷ്യന്റ് ഇല്ല. സോ ദാറ്റ് ഈസ് 0. അപ്പൊ നമുക്ക് ഈസ് ഈക്വൽ ടു -4 A എന്ന് പറഞ്ഞ ആരാണ്? L സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആരാണ്? 1. ഓക്കെ, ഇൻറ്റു നോക്കുക C എന്ന് പറഞ്ഞാൽ ആരാണ്? 400 -400. അപ്പൊ ഞാൻ ഇവിടെ 400 കൊടുത്താൽ ഇവിടെ എനിക്ക് പ്ലസ് ആയിട്ട് മാറും. വിച്ച് ഈസ് ഈക്വൽ ടു എനിക്ക് എത്ര ആയിട്ടും 1600. ഓക്കെ, അപ്പോ ദാറ്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0യേക്കാൾ ഗ്രേറ്റർ ആണ്. ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ദ ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ്. ഓക്കെ, ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള റിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ ക്വാഡ്രാറ്റിക് ഫോർമുല ഒന്നും അപ്ലൈ ചെയ്യണ്ട. കാരണം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് റൂട്ട് എന്ന് പറഞ്ഞാൽ? എന്താണ്? +or-20 ആണ്. കാരണം എല്ലിന്റെ വാല്യൂ ആണല്ലോ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ +or-20 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആലോചിക്കുക, ഒരു റെക്ടാങ്കുലർ ഫീൽഡിന്റെ ലെങ്തിനെ നമുക്ക് മൈനസ് കൊണ്ട് പറയാൻ പറ്റുമോ? ഇല്ല, പ്ലസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്? L ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ L എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആരാണ്? ബ്രെഡ്ത്ത് ആണ്. അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രെഡ്ത്ത് എത്ര കിട്ടി? ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു L ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ തിരിച്ചാണ് എടുത്തത്. കാരണം നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ
ട്വൈസ് എന്നാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോറി ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്തിന്റെ പകുതിയാണ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആരെ എടുത്തത്, ബ്രെഡ്ത്തിനെ L എന്നും ലെങ്തിനെ 2L എന്നും പറഞ്ഞെടുത്തത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ L എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ല, ആരാണ് നമ്മളെടുത്ത ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, അപ്പൊ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു L ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെങ്ത് എത്രയായിരിക്കും, ഈസ് ഈക്വൽ ടു 2L ആണല്ലോ, ഈസ് ഈക്വൽ ടു എത്രയാണ്, 40 മീറ്റർ ആണേ, മീറ്റർ. രണ്ട് ഗുണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 800 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദി rectangular field. Okay, so we are moving to the second last question of our exercise 4.4. അപ്പോ ഈസ് ദ ഫോളോയിങ് സിറ്റുവേഷൻ പോസിബിൾ, നമുക്ക് ഇനി ഒരു സിറ്റുവേഷൻ പറയാം, അത് പോസിബിൾ ആണോ എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. ഇഫ് സോ ഡിറ്റർമൈൻ ദെയർ പ്രസന്റ് ഏജസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രസന്റ് ഏജ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം, ഒന്ന് ആലോചിച്ച് നോക്കേ. The sum of the ages of two friends is 20 years. നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എങ്ങനെയാണ്, രണ്ട് കൂട്ടുകാർ അവരുടെ ഏജ്, അവരുടെ വയസ്സ് രണ്ടുപേരുടെയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 20 വയസ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇനി പറയുന്നു 4 years ago, ഓക്കെ, 4 വർഷങ്ങൾക്ക് മുന്നേ ഇവരുടെ വയസ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 48 ആണ്. ഓക്കെ, അപ്പൊ സിറ്റുവേഷൻ മനസ്സിലായല്ലോ. രണ്ട് കൂട്ടുകാരുണ്ട്, ഇവരെ രണ്ടുപേരുടെയും വയസ്സിന്റെ സം എന്ന് പറയുന്നത് 20 ആണ്. 4 വർഷങ്ങൾക്ക് മുന്നേ ഇവരുടെ വയസ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 48 ആകുമോ, ഓക്കെ, അല്ലെങ്കിൽ 48 ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടോ എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു എപ്പോഴും ഏജിന്റെ എടുക്കുമ്പോൾ ടേബിൾ ചെയ്തെടുക്കുക എന്നുള്ളത്. ഓക്കെ, രണ്ട് കൂട്ടുകാരാണുള്ളത്, ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് സെക്കൻഡ് ഫ്രണ്ട്. അപ്പോൾ ഒരാളുടെ ഇപ്പോഴത്തെ ഏജ് എക്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റേയാളുടെ എത്ര ആയിരിക്കും, 20 - x ആയിരിക്കും. കാരണം എന്താണ്, രണ്ടുപേരെയും കൂടെ ഏജ് കൂട്ടുന്നത് 20 ആണെന്നുണ്ടെങ്കിൽ ഒരാളുടെ എക്സ് ആണെന്നെങ്കിൽ മറ്റേത് 20 - x. ഓക്കെ, ഇനി 4 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കേസ് ഒന്ന് കൺസിഡർ ചെയ്തേ. ഇതെന്ന് പറയുന്നത് എക്സ്, 4 വർഷങ്ങൾക്ക് മുന്നേ ആൾ 4 വയസ്സ് കുറച്ചായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക, അപ്പൊ x - 4. അതേപോലെ 20 - x എന്ന് പറയുന്നു, അയാൾക്ക് 4 വർഷങ്ങൾക്ക് മുന്നേ 20 - x - 4, 20 - 4 is equal to 16, 60 - x ആയിരുന്ന 4 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള അയാളുടെ ഏജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്, 4 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഇവരുടെ ഏജിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 48 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, തന്നെ x - 4 into 16 - x is equal to 48 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഒന്ന് ആലോചിക്കുക, x into 16 is equal to 16x, x into - x is equal to -x square, -4 into 16 is equal to -64, -4 into -x is equal to +4x, which is equal to 48. ഇപ്പൊ ഞാൻ ഈ ഒരു സൈഡിൽ 0 ആവാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ എനിക്ക് -x², ഇവിടുത്തെ 16x ഇവിടുത്തെ 4x കൂട്ടുമ്പോൾ 20x ആയിട്ട് മാറും. ആൻഡ് ഇവിടെ ഒരു -64 ഉണ്ട്, ഇവിടുന്ന് ഒരു -48 വരുമ്പോഴത്തേ അത് -48. സോ -64 - 48 is equal to -112 is equal to 0. അപ്പൊ ഈ ഒരു x² കോഎഫിഷ്യന്റ്, ഇത് ഇങ്ങനെ കിടന്നാലും കുഴപ്പമില്ല, x² കോഎഫിഷ്യന്റ് നമുക്ക് എന്താണ് നെഗറ്റീവ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഹോൾ ഇക്വേഷനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² - 20x + 112. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ സോൾവ് ചെയ്യാം, പക്ഷെ നമുക്ക് അതിന് മുന്നേ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ അതിന് കിട്ടുന്ന റൂട്ടിന്റെ നേച്ചർ എങ്ങനെയാണെന്ന് എടുത്തിട്ട് പോകാം. കാരണം നമ്മൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ പോസിബിൾ ആണോ എന്നാണ്. അപ്പോൾ ഈ പോസിബിൾ ആണോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണ്, തന്നിട്ടുള്ള സിറ്റുവേഷനെ ക്വാഡ്രാറ്റിക് ഫോമിലേക്ക് മാറ്റുക. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രൂപത്തിലേക്ക് മാറ്റിയതിനു ശേഷം അതിന്റെ ഡിസ്ക്രിമിനന്റിനെ ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ, ഡിസ്ക്രിമിനന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അതിന്റെ നേച്ചർ എന്താണെന്ന് കണക്കാക്കുക. അതനുസരിച്ചായിരിക്കും ആ ഒരു സിറ്റുവേഷൻ പോസിബിൾ ആണോ അല്ലെങ്കിൽ ഇംപോസിബിൾ ആണോ എന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ഞാനിവിടെ b² - 4ac എന്ന് പറഞ്ഞ കണ്ടീഷൻ എടുത്താൽ എനിക്ക് കിട്ടിയത് എങ്ങനെയാണ്, -20² - 4 × 1 × 112 which is equal to 400 - 448 is equal to -48. -48 എന്ന് പറഞ്ഞ നമ്പർ എന്താണ്, ലെസ് ദാൻ 0 ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിന്റെ ഡിസ്ക്രിമിനന്റ് വാല്യൂ 0യേക്കാൾ കുറവാണ് വരുന്നതെങ്കിൽ ആ തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന് റിയൽ ആയിട്ടുള്ള റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അവരുടെ റൂട്ട്സ് എന്തായിരിക്കും, ഇമാജിനറി ആയിരിക്കും. റൂട്ട്സ് ആർ ഇമാജിനറി. ഓക്കെ, അപ്പൊ ഇമാജിനറി ആണ്, റിയൽ റൂട്ട്സ് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the given situation is not possible. Okay, situation not possible. So situation not possible ആണെങ്കിൽ ഇവരുടെ പെർസെന്റേജ് നമ്മൾ കണ്ടുപിടിക്കണോ, വേണ്ട. ഓക്കെ,
So students, let's move to the last question of our exercise. So question ഇങ്ങനെയാണ്, is it possible to design a rectangular park of perimeter 80 and area 400 meter square? അതായത് നമ്മളിത് പറഞ്ഞിരിക്കുന്നത് 80 മീറ്റർ പെരിമീറ്റർ, അതായത് ചുറ്റളവുള്ളതും അതേപോലെ 400 മീറ്റർ സ്ക്വയർ ഏരിയ വിസ്തീർണമുള്ളതുമായിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ഫീൽഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ പാർക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. പറ്റുമെങ്കിൽ ആ ഒരു റെക്ടാങ്കുലർ ഫീൽഡിന്റെ ലെങ്തും ബ്രെഡ്ത്തും എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ വേരിയബിൾസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാൻ പോവുകയാണ്, ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പൊ നോക്കുക, ലെങ്ത് എന്ന് പറയുന്നത് എൽ എന്നും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഞാൻ ബി എന്നും പറഞ്ഞിട്ട് എടുത്താൽ നമുക്ക് തന്നിട്ടുള്ള രണ്ട് കണ്ടീഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, പെരിമീറ്റർ 80 കിട്ടണം, അതേപോലെ ഏരിയ എന്ന് പറയുന്നത് 400 കിട്ടണം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 80, സെക്കൻഡ് കണ്ടീഷൻ ഏരിയ ഈസ് ഈക്വൽ ടു 400 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 80 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്ററിന്റെ ഫോർമുല എന്താണ്, 2 × L + B. അപ്പൊ ഈ പെരിമീറ്ററിന് പകരം ഞാൻ 2 × L + B ഈസ് ഈക്വൽ ടു 80 എന്ന് പറഞ്ഞു കൊടുത്തു. ഈ ഒരു 2 കൊണ്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ L + B ഈസ് ഈക്വൽ ടു 40 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്കൊരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് കിട്ടിയത്. ഇതിനെ ഞാൻ ഈ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, ഈ ബി എന്ന് പറയുന്നതിനെ ഇൻ ടേംസ് ഓഫ് എൽ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ബി ഈസ് ഈക്വൽ ടു 40 - L എന്ന് കിട്ടി. നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ ആരാണ്, ഏരിയ ഈസ് ഈക്വൽ ടു 400 മീറ്റർ സ്ക്വയർ. അപ്പൊ ഒരു റെക്ടാംഗിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ്. അപ്പൊ എന്താണ്, L × B ഈസ് ഈക്വൽ ടു 400. ഓക്കെ, അപ്പോ ഈ ബ്രെഡ്ത്തിനെ ഞാൻ എന്താണ് ഇൻ ടേംസ് ഓഫ് എൽ ഇവിടെ ഫസ്റ്റ് തന്നിട്ടുള്ള കണ്ടീഷനിൽ നിന്നും എക്സ്പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ L × 40 - L ഈസ് ഈക്വൽ ടു എത്രയാണ്, 400 എന്നാണ് കിട്ടുന്നത്. അപ്പൊ 40 × L ഈസ് ഈക്വൽ ടു 40L, L × -L ഈസ് ഈക്വൽ ടു -L² വിച്ച് ഈസ് ഈക്വൽ ടു 400. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുകയാണ്. ഇവിടുത്തെ ഇതിപ്പുറം വരുമ്പോൾ -400 എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഇതിനെ എഴുതുമ്പോഴത്തേക്ക് ഇവിടെ L² കോഎഫിഷ്യന്റ് മൈനസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഓൾ ഇക്വേഷനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എനിക്ക് എങ്ങനെ കിട്ടും, L², ഇവിടെ മൈനസ് വരുമ്പോൾ 40L, ഇത് 400 ഇപ്പുറം വന്നപ്പോൾ മൈനസ് ആയിരുന്നു. അപ്പൊ മൈനസിന്റെ കൂടെ പിന്നെ ഒരു മൈനസ് വരുമ്പോൾ ആരായിട്ട് കിട്ടും, +400 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. സോൾവ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു സിറ്റുവേഷൻ പോസിബിൾ ആണോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും, വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്ക്രിമിനന്റ് ഓഫ് ദി ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പൊ ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, D ഈസ് ഈക്വൽ ടു B² - 4AC എന്നാണ് ഈസ് ഈക്വൽ ടു. അപ്പൊ നോക്കാം, B², B എന്ന് പറഞ്ഞാൽ ആരാണ്, 40. ഓക്കെ, -40, -40യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1600. ഓക്കെ, മൈനസ് നോക്കുക 4 × 1 4 × 400 is equal to എത്രയാണ്, 1600. So 1600 - 1600 is equal to 0. അപ്പൊ നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡിസ്ക്രിമിനന്റ് വാല്യൂ 0 വന്നാൽ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ റിയൽ റൂട്ട്സ് ആയിരിക്കും. ഓക്കെ, ഈക്വൽ റിയൽ റൂട്ട്സ്. അപ്പൊ ഈക്വൽ ആയിട്ടുള്ള റിയൽ റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ സിറ്റുവേഷൻ ഈസ് പോസിബിൾ. ഓക്കെ, അതായത് നമുക്ക് 80 മീറ്റർ പെരിമീറ്ററും 400 മീറ്റർ സ്ക്വയർ ഏരിയയുമുള്ള ഒരു റെക്ടാങ്കുലർ ഫീൽഡ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, ആ സിറ്റുവേഷൻ പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഓക്കെ, ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യണം. B² - 4AC വാല്യൂ നമുക്ക് 0 കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് L ഈസ് ഈക്വൽ ടു -B, അതായത് -B എന്ന് പറയാം, -40 ഈസ് ഈക്വൽ ടു +40 ± √0 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എനിക്ക് √0 ആ ഒരു ടേം പോയി 40 ഡിവൈഡഡ് ബൈ 2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, 40 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 20. അപ്പൊ 20 മീറ്റർ ആയിരിക്കും എന്റെ ലെങ്ത് എന്ന് പറയുന്നത്, റെക്ടാങ്കുലർ പാർക്കിന് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ബ്രെഡ്ത്തിനുള്ള കണ്ടീഷൻ നമ്മൾ ഇതാ ഇവിടെ ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ breadth is equal to 40 - L എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 40 - 20 ഈസ് ഈക്വൽ ടു എത്രയാണ്, 20 മീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണ് കിട്ടിയത്, 20 മീറ്റർ ആണ് കിട്ടിയത്. സംഭവം ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു സ്ക്വയർ ഫീൽഡ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, തന്നിട്ടുള്ള കണ്ടീഷൻ, തന്നിട്ടുള്ള സിറ്റുവേഷൻ പോസിബിൾ ആവണമെങ്കിൽ the length and breadth of the rectangular field should be 20 meter so that its perimeter becomes 80 meter and area becomes 400 meter square. Okay, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ 4ാമത്തെ ചാപ്റ്ററായ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഈ ഒരു
ചാപ്റ്ററിൽ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിലെ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതിയാകും, ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യാത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് എക്സസൈസിൽ ഉൾപ്പെടാത്ത വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അത് എന്റെ അടുത്ത് വരുന്ന വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എന്റെ വീഡിയോസും അതിലുള്ള കണ്ടന്റ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ആൻഡ് ഇറ്റ്സ് റസിയ സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും.